بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله يتقاكم إن الله عليم خبير. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം കീഴ്പ്പെട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ കഴിവിൻ പടി പിന്തുടർന്ന് മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം നിരന്തരം പരിശ്രമിക്കുക, നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു അവൻ്റെ ഏറ്റവും ഇഷ്ടദാസന്മാരിൽ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു ഹജ്ജ് കാലം കൂടി കടന്നു പോവുകയാണ്. വിശ്വാസി സമൂഹത്തെ ഇബ്രാഹിം കുടുംബവുമായി അടുപ്പിക്കുവാനും വിശ്വാസി കുടുംബത്തെ സൃഷ്ടാവായ റബ്ബിനോടുള്ള പെരുമാറ്റ മര്യാദകൾ, സമീപനം എങ്ങനെയായിരിക്കണമെന്ന് ബോധ്യപ്പെടുത്തുവാനും ലോകത്ത് നമ്മളുടെ പ്രസക്തി എന്താണെന്ന് നമ്മെ മനസ്സിലാക്കി തരുവാനും വേണ്ടി നിശ്ചയിക്കപ്പെട്ട ആ ഇബാദത്ത് ഇതര മതസമൂഹങ്ങൾക്കൊന്നും ഇല്ലാത്ത വണ്ണം പ്രത്യേകമാകുന്നത് മരണാനന്തര ജീവിതത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടേണ്ടി വരുന്ന മഹ്ശറിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള അറഫ സംഗമത്തിലൂടെയാണ്. അറഫയിൽ നടക്കുന്ന പ്രഭാഷണങ്ങൾ ലോകത്ത് മുസ്ലിമീങ്ങൾ ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ സമാധാനത്തിനും ശാന്തിക്കും നിർഭയത്വത്തിനും എത്രമാത്രം ഉപോത്ബലകമാകും എന്നത് ആ പ്രഭാഷണങ്ങളെ കേൾക്കുന്നവർക്കറിയാം. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജീവിതത്തിൽ ആദ്യവും അവസാനവുമായി ഒരൊറ്റ തവണയാണ് ഹജ്ജ് ചെയ്തിട്ടുള്ളത്.
അവിടുത്തെ വഫാത്തിൻ്റെ തൊട്ടു മുമ്പിലുള്ള വർഷം. ആ ഹജ്ജിൻ്റെ വേളയിലാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൽ-മാഇദയിലെ 3-ാമത്തെ വചനം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്ത് അവതരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർണ്ണമായിരിക്കുന്നു, നാം പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. നമ്മുടെ നിഅമത്ത്, അനുഗ്രഹങ്ങൾ, അതും നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായും നാം അനുവദിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന വചനമിറങ്ങിയതും ഇതേ അറഫയിലാണ്. ഈ ഹജ്ജിന് ശേഷം 71 ദിവസങ്ങൾ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്നിട്ടുള്ളത്. ഈ ദിവസങ്ങൾക്കിടയിൽ പ്രത്യേകമായി ഹക്ക് ബാത്തിലുകളോ ഹലാൽ ഹറാമുകളോ ഉൾക്കൊള്ളുന്ന നിയമനിർദ്ദേശങ്ങളൊന്നും അവതരിപ്പിക്കപ്പെട്ടിട്ടുമില്ല. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജ് വേളയിൽ ആ അറഫയിൽ വെച്ചാണ് ഇസ്ലാം പൂർണ്ണമാകുന്നത്. നമ്മൾ അനുഷ്ഠിക്കേണ്ടതും അംഗീകരിക്കേണ്ടതും പിന്തുടരേണ്ടതുമായ മുഴുവൻ നിയമനിർദ്ദേശങ്ങളും അക്കാലത്ത് ആ ദിവസത്തിനിടയിൽ അവതരിപ്പിക്കപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് എന്നർത്ഥം. അതുകൊണ്ടുകൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. നാം നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്ന ഇസ്ലാമിനെ അതിൻ്റെ സമ്പൂർണ്ണ ഭാവഹാവാദികളോടെ ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ പിൽക്കാലത്തുണ്ടാകുന്ന ആദർശങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളുമൊക്കെ ഇസ്ലാമിൻ്റെതായി ആരെങ്കിലും മനസ്സിലാക്കി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചാൽ ഫലൻ യുഖ്ബല മിൻഹു, അതവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ പരലോകത്ത് നഷ്ടക്കാരനാവുകയും ചെയ്യും. ഈ വചനമാണ് ശിർക്ക് ബിദഅത്തുകൾക്കെതിരെ നമ്മൾ എക്കാലവും മുസ്ലിം ലോകത്തെ പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്നത്. ഈ സദസ്സിൽ വെച്ചാണ് ഏകദേശം 1.25 ലക്ഷത്തോളം വരുന്ന ആ സദസ്സിൽ വെച്ച് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് ചില പ്രഖ്യാപനങ്ങളും ചില ആഹ്വാനങ്ങളും ചില നിർദ്ദേശങ്ങളും ചില നിരോധനങ്ങളും ഒക്കെ നൽകുകയുണ്ടായിട്ടുണ്ട്. 1215 ഫ്രാൻസിൽ വെച്ച് അന്നുണ്ടായിരുന്ന ലോകത്തെ വൻശക്തികളെല്ലാം കൂടി തീരുമാനിച്ച മനുഷ്യാവകാശങ്ങളുണ്ട്. മഗ്നാ കാർട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന അതാണ് ലോകത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളുടെ ആദ്യത്തെ പതിപ്പ് എന്ന് നമ്മളൊക്കെ ചരിത്രത്തിൽ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനും 6 നൂറ്റാണ്ട് മുമ്പേ ക്രിസ്ത്വാബ്ദം 632 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ വെച്ച് നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾക്ക് നമ്മൾ ഇന്ന് പറയുന്ന പേര് വിടവാങ്ങൽ പ്രസംഗം, ഖുത്ബത്തുൽ വിദാ എന്നാണ്. അവിടെയുണ്ട് ലോകം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാത്തരം പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും കാരണങ്ങളും ലോകത്ത് ശാന്തിയും സമാധാനവും നിലനിൽക്കാനുള്ള മാർഗങ്ങളും മനുഷ്യരാശി പാലിക്കേണ്ടുന്ന ഒട്ടനവധി നിയമനിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് ആ പ്രഭാഷണം. അതിന് കിടനിൽക്കുന്ന ഒരു പ്രഭാഷണം അതിനു മുമ്പോ ശേഷമോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ പ്രഭാഷണം സാന്ദർഭികമായി നമ്മളൊന്ന് അതേ രൂപത്തിൽ തന്നെ കേൾക്കേണ്ടതുണ്ട്. ഇത് കേൾക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. വഅതിഉല്ലാഹ വഅതിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹുവേയും അവന്റെ റസൂലിനെയും അംഗീകരിക്കുക, അനുസരിക്കുക, അനുധാവനം ചെയ്യുക. വഅതിഉല്ലാഹ വർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക. ഫലവറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ അള്ളാഹുവോ റസൂലോ ഒരു നിലപാട് പ്രഖ്യാപിച്ചാൽ ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ പോകരുത്, ചിന്തിക്കരുത്. അത് നിങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ പാലിച്ച് നടപ്പിൽ വരുത്തണം എന്ന് തുടങ്ങി. വമാകാനലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അയ്യകൂന ലഹുമുൽ ഖൈറതു മിൻ അംരിഹിം. അള്ളാഹുവോ റസൂലോ ഒരു നിലപാടെടുത്താൽ പിന്നീട് സ്വന്തം കാര്യങ്ങളിലാണെങ്കിൽ പോലും വിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുന്നതല്ല
എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഒരു നിർദ്ദേശം ഉണ്ടായിരിക്കെ അതിനപ്പുറത്തേക്ക് നമ്മൾ പോകാവതല്ല എന്നത് നമ്മൾ ആദ്യം സമുദായം പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ അറഫാ ദിനത്തിൽ ഈ പ്രഭാഷണം നിർവഹിക്കുന്നതിന് മുമ്പ് തന്റെ ചുറ്റുപാടുകളിൽ നിന്നിരുന്ന സഹാബത്തിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യോ ബലദുൻ ഹാദാ, ഇതേതാ നാട്, ഇതേതാണ് നാട്? അവർക്കത് അറിയാഞ്ഞിട്ടല്ല ഇതേതാ നാട്. പക്ഷെ അവർ പറഞ്ഞു അല്ലാഹു വറസൂലുഹു അഅലം, അത് ഏറ്റവും നന്നായി അറിയുന്നവർ അല്ലാഹുവും അവന്റെ ദൂതരുമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലൈസ ഹാദാ മക്ക, ഇത് മക്കയല്ലേ ജനങ്ങളെ? അതേ നബിയെ. എന്താ നമുക്ക് മനസ്സിലായി? അടുത്ത ചോദ്യം നബി ചോദിച്ചു, അയ്യു ശഹരിൻ ഹാദാ, ഇത് ഏതാ മാസം? ഹജ്ജിന് വന്ന ആളുകളാണ്, അവർക്ക് അറിയാഞ്ഞിട്ടല്ല ഇത് ദുൽഹിജ്ജയാണെന്ന്. പക്ഷെ അപ്പോഴും അവർ പറഞ്ഞെന്തറിയോ, അല്ലാഹു വറസൂലുഹു അഅലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അലൈസ ഹാദാ ദുൽഹിജ്ജ? നഅം യാ റസൂലല്ലാഹ്. മൂന്നാമത് ചോദിച്ചു, അയ്യു യൗമിൻ ഹാദാ, ഇതേതാ ദിവസം? അപ്പോഴും അവർ അല്ലാഹു വറസൂലുഹു അഅലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് തിരുപ്പ പറഞ്ഞു കൊടുത്തു, അലൈസ ഹാദാ യൗമ അറഫ? ബലാ യാ റസൂലല്ലാഹ്. എന്തുകൊണ്ടാണ് തങ്ങൾക്ക് അറിയാവുന്ന ഉത്തരം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ അവർ മുൻകൂട്ടി പറയാതിരുന്നത് എന്നതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ് ഇന്നല്ലാഹ സമീഉൻ അലീം. മുഅ്മിനീങ്ങളെ, അല്ലാഹുവോ റസൂലോ ഒരു നിലപാടെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ മുൻകൂട്ടി കയറി ഒരു നിലപാട് എടുത്തു കളയരുത്. അത് സൂക്ഷ്മതക്ക് തക്കവക്ക് വിരുദ്ധമാകും, അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞ എന്താണെന്നറിയോ, ഞങ്ങൾക്ക് അത് ദുൽഹിജ്ജയാണെന്നോ അറഫാ ദിനമാണെന്നോ മക്കയാണെന്നോ അറിയാഞ്ഞിട്ടല്ല, അല്ലാഹുവിന്റെ റസൂൽ അതിന് വേറെ വല്ല പേരും ഇടാൻ വിചാരിച്ചിടയിലോ, ഞങ്ങൾ കയറി പറഞ്ഞിട്ട് അതൊരു അപമര്യാദയാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത്, മതനിയമങ്ങളുടെ അവസാന വാക്ക് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അതിന്റെ പരമാധികാരി. അവിടെ നമുക്ക് കൈകടത്താൻ സ്വാതന്ത്ര്യമുള്ള മേഖലകൾ വളരെ കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തുടങ്ങുക, അയ്യുഹന്നാസ് ഇസ്മഉ ഖൗലി, ജനങ്ങളെ എന്നെ കേൾക്കുവീൻ, എന്നെ കേൾക്കുവിൻ. ഫൈനി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഫി ഹാദൽ മൗഖിഫി അബദ. ജനങ്ങളെ, ഇനി നിങ്ങളോടൊപ്പം ഇവിടെ ഒരുമിച്ച് കൂടാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നത് നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക, ജീവിതത്തിൽ പാലിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുകയാണ്. ഒന്നാമത് നിങ്ങൾ പാലിക്കേണ്ടുന്ന നിയമം, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാലക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും ഹാദാ ഫി ബലദിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ. ജനങ്ങളെ, ഈ രാജ്യത്തിന്, ഈ മാസത്തിന്, ഈ ദിവസത്തിന്, ഈ മണ്ണിന് നിങ്ങൾ എത്രമാത്രം ആദരണീയത കൽപ്പിക്കുന്നുവോ അതേ പവിത്രത, അതേ ആദരവ്, അതേ ബഹുമാനം മറ്റുള്ളവരുടെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും നിങ്ങൾ കൽപ്പിക്കണം. ഒരാളുടെ ഈ ജീവന് എടുക്കാവുന്ന, ജീവൻ കവരുന്ന, മുറിപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന യാതൊരു പ്രവൃത്തിയും ഉണ്ടാവരുത്. അയാളുടെ സമ്പത്തിന് കോട്ടമുണ്ടാക്കുന്ന, നയാ പൈസക്ക് പോലും കോട്ടമുണ്ടാക്കുന്ന യാതൊന്നും നിങ്ങളിൽ ഉണ്ടാവരുത്. അയാളുടെ അഭിമാനക്ഷതമുണ്ടാക്കുന്ന, അയാളുടെ മാനം പോകുന്ന ഒരു വാക്കോ നോക്കോ പ്രവർത്തനമോ നിങ്ങളിൽ നിന്നുണ്ടാവരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന് ലോകത്ത് നടക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണം ഈ മൂന്ന് ഉപദേശങ്ങളെ അവഗണിച്ചത് കൊണ്ടാണ് എന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാകും. മനുഷ്യന്റെ ജീവന് വിലയില്ല, മറ്റുള്ളവന്റെ സമ്പത്ത് കയ്യേറുന്നതിനോ നശിപ്പിക്കുന്നതിനോ യാതൊരു പ്രയാസവും ആർക്കുമില്ല. ആരെയും അപമാനിക്കാൻ ചെറിയവർ ചെറിയവരുടെ രൂപത്തിൽ, നാട്ടുപുറങ്ങളിൽ അവരുടെ രൂപത്തിൽ, അങ്ങനെ പിത്തിനയായി, വസാദായി, ഏഷണിയായി, പരദൂഷണമായി മറ്റുള്ളവന്റെ
അവന്റെ മാനം കളയുന്ന സമ്പ്രദായം, അതാണ് എല്ലാ അസ്വസ്ഥതകൾക്കും പിന്നീട് കുഴപ്പങ്ങൾക്കും കാരണമാകുന്നത്. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങൾ അത് ശ്രദ്ധിക്കണം. തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ കാനത ഇൻദഹു അമാനത്തുൻ ഫൽയുഅദ്ദിഹാ ഇലാ മൻ ഇതമനഹു അലൈഹാ. നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യമോ വസ്തുവോ വസ്തുതയോ വിശ്വസിച്ചേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശ്വസ്തതക്ക് നിങ്ങൾ കോട്ടം വരുത്തരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വൈന്നകും സതൽഖൗന റബ്ബക്കും ഫയസ്അലുക്കും അൻ അഅമാലിക്കും. നിങ്ങൾ ഈ യാത്ര നിങ്ങൾ അവസാനത്തെ യാത്രയല്ല, നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് നിങ്ങളുടെ റബ്ബിന്റെ മുമ്പിലേക്കാണ്. ഫസതൽഖൗന റബ്ബക്കും, നിങ്ങൾ അവനെ കണ്ടുമുട്ടും. ഫയസ്അലുക്കും, അന്ന് അവൻ നിങ്ങളോട് ചോദിക്കും. അൻ അഅമാലിക്കും, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് അവൻ നിങ്ങളോട് ചോദിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം. വൈന കുല്ല റിബൻ മൗലൂഅൻ, ഞാനിതാ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. വൈന കുല്ല റിബൻ, എല്ലാ തരത്തിലുള്ള പലിശയും ഇതോടുകൂടി ഞാൻ നിഷ്ഫലമാക്കിയിരിക്കുന്നു, ദുർബലപ്പെടുത്തിയിരിക്കുന്നു, നിരോധിച്ചിരിക്കുന്നു. ഒരു രൂപയും ഇനി ഒരാളും പലിശ കൊടുക്കാവതല്ല, പലിശ വാങ്ങാവതല്ല, അത് ഉപയോഗിക്കാവതല്ല, അതിന് സഹായം നൽകാവതല്ല, അതിന് സാക്ഷി നിൽക്കാവതല്ല, അതിന്റെ ജോലിയും ചെയ്യാവതല്ല. അത് അവസാനിപ്പിച്ചിരിക്കുന്നു. അതുപോലെ വൈനകുല്ല ദമിൻ കാന ഫിൽ ജാഹിലിയത്തി മൗലൂഅൻ, നിങ്ങൾക്കിടയിൽ ഇത്രയും കാലം നിലനിരുന്ന പ്രതികാര ചിന്ത, നിങ്ങൾക്കിടയിൽ ഇത്ര കാലം നിലനിന്നുകൊണ്ടിരിക്കുന്ന പ്രതികാര ചിന്ത ഞാനിതാ ഇവിടെ ഇല്ലായ്മ ചെയ്യുന്നു. ഇനി ഒരാളോടും പ്രതികാര ചിന്തയില്ല ഉള്ളവരായിക്കൂടാ, അത് ഞാനിവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഏത് കാലത്തേക്കാണ് ഇത് ആവശ്യം? 6-ാം നൂറ്റാണ്ടിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങളുടെ, ഈ അസ്വസ്ഥതകളുടെ 10,000-ലൊരംശം പോലും അസ്വസ്ഥതയില്ലാത്തിടത്തു നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനിതാ ഇതെല്ലാം ഇവിടെ ദുർബലമാക്കിയിരിക്കുന്നു, മുഅ്മിനീങ്ങൾക്കിടയിൽ ഇനി ഇത് പാടില്ല എന്ന് പറയുന്നത്. ഇത് ലോകം അംഗീകരിച്ചാൽ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ അവസാനിക്കും. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസ മേഖലയിലേക്ക് പിശാച് നേർക്കുനേരെ ആരാധിക്കപ്പെട്ടിരുന്ന കാലമാണ്. ഇനി അവനെ ആരാധിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല എന്നതിൽ അവന് നിരാശയുണ്ട്. പക്ഷേ വലാകിന്നഹു യുതഅ ഫീമാ സിവാ ദാലിക ഫഖദ് റളിയ ബിഹി മിമ്മാ തഹഖറൂന മിൻ അഅമാലികും ഫഹദറൂഹു. പക്ഷേ നിങ്ങൾ നിസാരമാണെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളിലൂടെ നിങ്ങളെ അവൻ പിഴപ്പിക്കും. അക്കാര്യങ്ങൾ അതൊന്നും കുഴപ്പമില്ലല്ലോ, എന്താപ്പ അതൊന്നും കണ്ടാല്, എന്താപ്പ ഒന്ന് പോയി വെച്ചിട്ട്, എന്താപ്പ അതിൻ്റെ ഒരു 10 റുപ്യ കൊടുത്തു വെച്ചിട്ട് അവിടെ കുറച്ചു നേരം നിന്നപ്പോ എന്താ ആകാശം ഇടിച്ച് വീഴോ, എന്താ ഇപ്പൊ തന്നെ നിസ്കരിക്കണമെന്നുണ്ടോ, അപ്പത്തുടി അങ്ങനെ താത്തിയിടുന്നുണ്ടോ, എന്താപ്പ തട്ടൊന്നിങ്ങനെ അഴിച്ചിട്ടാല് എന്നിങ്ങനെയുള്ള നിസ്സാരവൽക്കരണത്തിലൂടെ ഫസതഹഖിറൂന മിൻ അഅമാലികും, നിങ്ങൾ നിസ്സാരമായി കാണുന്ന ചില കാര്യങ്ങളിലൂടെ അവൻ നിങ്ങളെ അവൻ നരകത്തിലെത്തിക്കും. അതുകൊണ്ട് ഫഹദറൂഹു അലാ ദീനിക്കും, അത് നിങ്ങളെ ദീനിൽ നിന്ന് പുറത്താക്കുന്ന കാര്യങ്ങളായി മാറും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്ര കൃത്യമാണ് ഈ സമുദായം പാലിക്കേണ്ടത്! ആ ഒരൊറ്റ പദം മതി അല്ലേ? വലാകിന്നഹു യുതഅ ഫീമാ സിവാ ദാലിക, ശിർക്കല്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ അവനെ അനുസരിച്ചാൽ ഫഖദ് റളിയ ബിഹി, അവൻ തൃപ്തനാണ്. അക്കാര്യങ്ങളാവട്ടെ മിമ്മാ തഹഖിറൂന ബിഹി, നിങ്ങൾ നിസ്സാരമായി കാണുന്ന സംഗതികളുമായിരിക്കും. എന്താ അതൊന്നും പറഞ്ഞാല്, അതൊന്ന് നോക്കിയാല്, അവിടെ പോയെന്ന് കേട്ടാല് എന്താ ആകാശം ഇടിഞ്ഞു വീഴോ, ഞാൻ 5 നേരം നിസ്കരിക്കുന്ന ആളാണ് എന്നൊരു ഗമയും നമ്മളിൽ ചിലർക്കുണ്ടാവാം. അത് നമ്മളെ അപമാനിക്കും, നമ്മളെ അപകടപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അയ്യുഹന്നാസ് ഇന്നൻ നസീഅ സിയാദത്തുൻ ഫിൽ കുഫർ, തുടരുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളെ, നസീഅ അത് കുഫർ വർദ്ധിപ്പിക്കുന്ന സംഗതിയാണ്. നസീഅ എന്ന് പറഞ്ഞാല് സമയം, കാലം, ദിവസം
എന്നിവ അള്ളാഹുവിന്റെ റസൂൽ നിശ്ചയിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്തിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ അത് മാറാവതല്ല എന്നർത്ഥം. ഇന്ന സ്വലാത്ത ഖാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത എന്നത് ഒരു ഉദാഹരണമാണ്. നമസ്കാരം സമയബന്ധിതമായ ആരാധനകളാകുന്നു. ഓരോ നമസ്കാരത്തിനും ഇന്നത് മുതൽ ഇന്നത് വരെ എന്ന് സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ആർക്കൊക്കെ പോകാമെന്നും മാറ്റിവെക്കാം എന്നതും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിശ്ചയിക്കപ്പെട്ട അനുവദിക്കപ്പെട്ട ഒഴിവുകഴിവുകൾ ഉള്ളവരല്ലാത്ത മറ്റാരെങ്കിലും ആ നമസ്കാരങ്ങൾ അതിന്റെ സമയത്ത് നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റിവെക്കുക എന്നത് അത് പിന്നീടാക്കാം എന്ന് വെക്കുന്നതിനാണ് നസീഖ് എന്ന് പറയുക. അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന സമ്പ്രദായം വർഷത്തിൽ 4 മാസത്തെ പവിത്രമായി അവർ കണ്ടിരുന്നു. ഹജ്ജ് മാസങ്ങളായ 3 ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം എന്നിവയും റജബ് മാസവും അവർ പവിത്രങ്ങളായി യുദ്ധം നിഷിദ്ധമായ മാസങ്ങളായി കണ്ടിരുന്നു. പക്ഷേ അവർക്കിടയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടും, അത് പിന്നീട് നിർത്തിവെക്കാൻ പറ്റൂല. അതിനിടയിൽ റജബ് വരും, അല്ലെങ്കിൽ ദുൽഖഅദ വരും. അപ്പൊ അവർ പറയും ഈ റജബ് നമുക്ക് യുദ്ധം ചെയ്യാം, പകരം നമുക്ക് വേറൊരു മാസം ഒഴിവാക്കാം. നോക്കൂ നിങ്ങള്, പകരം നമ്മൾ വേറൊരു മാസം ആക്കാം. 4 മാസം ആയാൽ മതിയല്ലോ, അല്ല 4 മാസം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അതിപ്പോ ഇതന്നെ ആവണമെന്നില്ലല്ലോ. അതാണ് കുഫർ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആനാണ് ഇന്നമൻ നസീഉ സിയാദത്തു ഫിൽ കുഫർ യുളല്ലു ബിഹിൽ ലദീന കഫറു എന്ന് തുടങ്ങുന്ന ആയത്ത് തന്നെയാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ളത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമുക്ക് നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങൾ അത് സമയബന്ധിതമാണെങ്കിൽ ആ സമയങ്ങളിൽ തന്നെ നടക്കണം. അതിന് മുമ്പേക്ക് പോകാവതല്ല, അതിന് ശേഷവുമാകാവതല്ല. ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമങ്ങൾ. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ലകും അലാ നിസാഇകും ഹഖ്ഖ, നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളോട് ചില ബാധ്യതകളുണ്ട്. വലഹുന്ന അലൈക്കും ഹഖ്ഖ, നിങ്ങൾക്ക് അവരോടും ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ നിങ്ങൾ ഇരുകൂട്ടരും, നമ്മുടെ കുടുംബജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണം അതല്ലേ. സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ ഘോരം പ്രസംഗിക്കും. അത് കിട്ടാത്തതിൻ്റെ പേരിൽ സങ്കടം പറയും, അത് കിട്ടാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. പക്ഷേ ഞാൻ ചെയ്യേണ്ടുന്ന ബാധ്യതകൾ പൂർണ്ണമായി ഞാൻ നിർവഹിച്ചു പോയി എന്നത് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുമില്ല. ഇസ്ലാം അവകാശങ്ങളെക്കുറിച്ചല്ല പഠിപ്പിച്ചത്, ബാധ്യതകളുടെ നിർവഹണത്തെക്കുറിച്ചാണ് പഠിപ്പിച്ചത് എന്നത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ഞാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മുഴുവനായും കൃത്യമായി സത്യസന്ധതയോടെ നിഷ്കളങ്ക ആത്മാർത്ഥമായി ഞാൻ ചെയ്താൽ അത് നിങ്ങൾക്ക് പലർക്കും കിട്ടേണ്ടുന്ന അവകാശമാകും. അതെന്റെ ഭാര്യയുടെ വിഷയത്തിലാകുമ്പോൾ അവൾക്കുള്ള അവകാശമാകും. അത് അവർ പാലിച്ചാൽ എനിക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങളും പൂർണ്ണമായി കിട്ടും. അതാണ് പറഞ്ഞത്. കുടുംബജീവിതം എന്നത് ബാധ്യതകളുടെ നിർവഹണമാണ്, ഉത്തരവാദിത്ത നിർവഹണമാണ്, കടമകളുടെ നിർവഹണമാണ്. അത് നിങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവരുത്, അതിൽ നിങ്ങൾ വീഴ്ചയുണ്ടാക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പിന്നീട് ഒരു പ്രത്യേക പറഞ്ഞു, ഫഅഖിലു അയ്യുഹന്നാസ്, ജനങ്ങളെ ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കണം. അതെന്തറിയോ, വഖദ് തറക്തു ഫീകും മാ ഇൻ ഇഅ്തസംതും ബിഹി ഫലൻ തളില്ലു അബദാ അംറൻ ബയ്യിന. ഞാനിതാ നിങ്ങൾക്കിടയിൽ 2 കാര്യങ്ങൾ ഒഴിവാക്കി പോകുന്നുണ്ട്. അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഫലൻ തളില്ലു അബദാ, നിങ്ങൾ പിഴക്കുകയില്ല. അംറൻ ബയ്യിനൻ, വളരെ വ്യക്തമായ ഒരു അവ്യക്തതയുമില്ലാത്ത കാര്യങ്ങളാണത്. കിതാബല്ലാഹി വസുന്നത റസൂലി സുന്നത നബിയിഹി, അത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്നു. അയ്യുഹന്നാസ് ഇസ്മഉ വഖൗലി വഅഖിലു, ഒന്നുകൂടി ഞാൻ പറയാം, തഅല്ലമുന്ന, നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കണം, അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കണം. അന്ന കുല്ല മുസ്ലിമിൻ അഖുല്ലിൽ മുസ്ലിം, നിങ്ങൾ ഓരോരുത്തരും, ഓരോ മുസ്ലിമും മറ്റുള്ളവരുടെ സഹോദരങ്ങളാണ്. വഅന്നൽ മുസ്ലിമീന ഇഖ്വ, മുഴുവൻ മുസ്ലിമീങ്ങളും സഹോദരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഫലാ യഹില്ലു ലിംറിഇൻ മിൻ അഖീഹി ഇല്ലാ മാ അഅതാഹു അൻ തീബി നഫ്സിൻ മിൻഹു, ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു വസ്തു നിങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തിയോടുകൂടി തന്നാലല്ലാതെ മറ്റൊരാളുടെ ഒരു മുതലും അത് നയാ പൈസയും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതല്ല ജനങ്ങളെ. വലാ യഹില്ലു ലിംറിഇൻ, അടിവരയിടേണ്ട സംഗതിയാണ്. നിങ്ങളിൽ ഒരാൾക്കും ഹലാലല്ല എന്ത്, ഇല്ല മിൻ അഖീഹി, തന്റെ മറ്റുള്ള കൂട്ടുകാരന്റെ സഹോദരനിൽ നിന്ന്, ഇല്ലാ മാ അഅതാഹു, അയാൾ നൽകിയാലല്ലാതെ. അയാൾ എങ്ങനെ നൽകണം? അൻ തീബി നഫ്സിൻ മിൻഹു,
പൂർണ്ണ സംതൃപ്തിയോടുകൂടി തന്നതല്ലാതെ നിങ്ങൾക്ക് അനുവദനീയമല്ല. ഫലാ തളിമുന്ന അംഫുസക്കും, നിങ്ങളിൽ നിന്ന് ഒരാളെ എടുത്ത് മറ്റൊരാളെ മാറ്റിവെക്കാൻ പറ്റില്ല. നിങ്ങളെല്ലാം ഒന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ നിങ്ങൾ അക്രമം പ്രവർത്തിക്കരുത്, ക്രമം വിട്ട് ജീവിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞത് അയ്യുഹന്നാസ്, ജനങ്ങളെ. പ്രിയപ്പെട്ട മക്കളൊക്കെ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ഒരു പ്രയോഗമാണ്. അയ്യുഹന്നാസ്, ജനങ്ങളെ. ഇന്നല്ലാഹ ഖദ് അദ്ദാ ഇലാ കുല്ലി ദീ ഹഖ്ഖിൻ ഹഖ്ഖഹു, അല്ലാഹു ഓരോ വ്യക്തിക്കും ചില അവകാശങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഉമ്മക്ക്, വാപ്പക്ക്, വല്യപ്പാക്ക്, വല്യമ്മാക്ക്, മക്കൾക്ക്, സഹോദരങ്ങൾക്ക്, ഭാര്യക്ക്, ഭർത്താവിന്, അയൽപ്പക്കക്കാർക്ക്, മുതിർന്നവർക്ക്, ഇളയവർക്ക് അല്ലാഹു ഓരോരുത്തർക്കും മറ്റുള്ളവർക്ക് ലഭിക്കേണ്ടുന്നത് എന്തൊക്കെയാണെന്ന് കൃത്യമായി നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ചു വെച്ചത് നിങ്ങൾ അവർക്ക് കൃത്യമായി കൊടുക്കണം എന്ന് പറഞ്ഞാല് പണ്ഡിതന്മാർ അബൂബക്കർ ജസായിരി പോലുള്ള ആധുനിക പണ്ഡിതന്മാർ പോലും പറഞ്ഞത്, വാപ്പ ഇരിക്കുന്ന ഒരു കസേരയുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മക്കളാർക്കാൻ കേട്ടോ, വാപ്പക്കുള്ളൊരു കസേര വീട്ടിലുണ്ടെങ്കിൽ, വാപ്പ ഉള്ളപ്പോഴോ വാപ്പ വീട്ടിലില്ലാത്തപ്പോഴോ ആ കസേരയിൽ മക്കൾ കയറിയിരിക്കുക എന്നത് അദബുകേടാകുന്നു. ഈ പറഞ്ഞ വാപ്പ കൊടുക്കേണ്ടുന്ന ആദരവിന് വിരുദ്ധമായിട്ടാണത് ഗണിക്കുക, കണക്ക് കൂട്ടുക എന്നിവരെ പറഞ്ഞു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഓരോരുത്തർക്കും നൽകേണ്ടത് എന്താണോ, അവർക്ക് ലഭിക്കേണ്ടത് എന്താണോ, അത് കൃത്യമായി നിങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലാ തജൂസു ലിവാരിസിൻ അൽ വസിയ്യ, അനന്തരാവകാശം കിട്ടുമെന്ന് അല്ലാഹു നിശ്ചയിച്ച ഒരാളുടെ പേരിലും സ്വത്ത് വസിയ്യത്ത് ചെയ്യാവതല്ല. അനന്തരാവകാശം ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്ത് എൻ്റെ വാപ്പക്കൊണ്ട്, ഉമ്മക്കൊണ്ട്, എൻ്റെ മക്കൾക്കൊണ്ട്, ഭാര്യക്കൊണ്ട് എന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ പേരിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ സ്വത്ത് എഴുതി വെക്കാവതല്ല, വസിയത്ത് ചെയ്യാവതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എവിടെയാണ് ഈ സമുദായം കിടക്കുന്നത് നോക്കാൻ? പെമ്മക്കൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ഉമ്മയും ബാപ്പയും സുക്കൂറിനെ പോലുള്ള ആൾക്കാരെ 2 കൊല്ലം മുമ്പേ ദീൻ തന്നെയാണ് മാറിയിട്ട് കല്യാണം തന്നെയാണ് മാറ്റിയിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് ദീനിനെ പറ്റിക്കാൻ പോകുന്ന സമ്പ്രദായം. പെമ്മക്കൾ മാത്രമേ ഉള്ളൂ, സ്വത്തുണ്ട് 3-ൽ 2 കൊണ്ട് അവർക്കൊക്കെ കൂടെ കിട്ടും, 8-ൽ 1 ഭാര്യക്കും കിട്ടും. ബാക്കി ജ്യേഷ്ഠന്മാരോ അനിയന്മാരോ പെങ്ങന്മാരോ കൊണ്ടുപോകുന്നുള്ള ബേജാറില് അവർക്ക് വേണ്ടി എഴുതി വെക്കുന്ന ദുസ്സമ്പ്രദായം ഇസ്ലാം വിരോധിച്ചതാണ് എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഇന്നഹു ലാ തജൂസു വസിയ്യത്തുൽ ലിവാരിസ് വലിൽ ആഹിരി അൽ ഹജർ, വ്യഭിചാരത്തിന് നരകമാണ് ശിക്ഷ, വ്യഭിചാരത്തിന് നരകമാണ് ഫലം. വമൻ ഇദ്ദഅ ഇലാ ഗൈരി അബീഹി, തന്റെ പിതൃത്വം തന്റെ വാപ്പയല്ലാതെ മറ്റാരെയെങ്കിലും ആണെന്ന് പറഞ്ഞാൽ, വാപ്പയെ മാറ്റി പറഞ്ഞാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ, അയാൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്, മലക്കുകളുടെ ശാപമുണ്ട്, മുഴുവൻ മനുഷ്യരുടെയും ശാപമുണ്ട് എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അലാ ലാ ഫളില ലിഅറബിയിൻ അലാ അജമിയിൻ, ഒരു അറബിക്കും അറബിയല്ലാത്തവരെക്കാൾ ഒരു മേന്മയുമില്ല, വലാലി അജമിയിൻ അല അറബിയിൻ, ഒരു അനറബിക്കും അറബിക്കാളും ഒരു മേന്മയുമില്ല, വലാലി അബിയല അല അസ്വദ, വെളുത്തവന് കറുത്തവനെക്കാളോ, വലാലി അസ്വദ അല അബിയല, കറുത്തവന് വെളുത്തവനെക്കാളോ ഒരു പ്രത്യേകതയുമില്ല. ഇല്ലാ ബി തഖ്വ, ആർക്കാണോ കൂടുതൽ തഖ്വയുള്ളത് അവരാണ് മെച്ചപ്പെട്ടവർ എന്ന പരിഗണനയല്ലാതെ വംശത്തിന്റെയോ ദേശത്തിന്റെയോ ഭാഷയുടെയോ വർഗത്തിന്റെയോ ഒന്നും പേരിൽ ഒരു തരത്തിലുള്ള വ്യത്യാസവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണല്ലോ പറഞ്ഞ, അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഉബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങളുടെ എല്ലാവരുടെയും മാതാവും പിതാവും ഒന്നാണ്. അവസാനം എണ്ണിപ്പോയാൽ എല്ലാവർക്കും വാപ്പയായി കിട്ടുന്നത് ആദമിനെയാണ്, എല്ലാവർക്കും ഉമ്മയായി കിട്ടുന്നത് ഹവാഇനെയുമാണ്. വജഅൽനാകും
ശുഊബൻ വഖബായില ലിതആറഫു. പാടത്തിന്റെ പടിഞ്ഞാറ് പാർക്കണോ പടിഞ്ഞാറിക്കാരനും, കിഴക്ക് പാർക്കണോ കിഴക്കിക്കാരനും, വടക്ക് പാർത്തവൻ വടക്കേക്കാരനും, തെക്ക് പാർത്തവൻ തെക്കനും, കുന്നിന്റെ മുകളിൽ പാർക്കണോൻ അങ്ങനെയും ഒക്കെ ആയിപ്പോയ പേരുണ്ടായി എന്നതല്ലാതെ അങ്ങനെ പേര് വന്നത് ലിതആറഫു, പോസ്റ്റ്മാന്റെ അടുത്ത് കത്ത് വന്നാൽ അത് നിങ്ങളെ വീട്ടിൽ എത്തിക്കാൻ വേണ്ടി, നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. കുടുംബത്തിന്റെ പേരിലോ നാടിന്റെ പേരിലോ വംശത്തിന്റെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ സമ്പത്തിന്റെ പേരിലോ അറിവിന്റെ പേരിലോ ഒരു പ്രത്യേകതയുമില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അങ്ങനെയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു രണ്ടുപേരും ഒരുമിച്ച് വരും. അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ വന്നിട്ട് പറയും, ആഴ്ത്തക്ക സയ്യിദുനാ സയ്യിദനാ. അബൂബക്കർ ചൂണ്ടിയിട്ട് പറയും, ആഴ്ത്തക്ക സയ്യിദുന, നമ്മുടെ ഈ നേതാവാണ് സയ്യിദന, ഈ നേതാവിനെ മോചിപ്പിച്ചത്. രണ്ടാളും സയ്യിദാണ്. ഒന്ന് അബൂബക്കറാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു, മറ്റത് ബിലാലാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു. രണ്ടാളും എന്റെ നേതാക്കന്മാരാകുന്നു എന്ന് പറയുന്ന മാനവ സാഹോദര്യത്തിന്റെ ഉത്തമ നിദർശനം വരച്ചു വെച്ചതല്ല, ജീവിച്ച് കാണിച്ചു തന്ന മഹാമനീഷിയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, അലാ ഹൽ ബല്ലഗ്തു, നിങ്ങൾക്കിത് മനസ്സിലായോ? സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്കിത് മനസ്സിലായോ? ഞാൻ പറഞ്ഞത് പൂർണ്ണല്ലേ? ഇനിയൊന്നും പറയാൻ ബാക്കിയില്ലല്ലോ. ജനങ്ങൾ പറഞ്ഞു, അല്ലാഹുവേ ബല്ലഗ്ത ഖദ് ബല്ലഗ്ത വ അദൈത യാ റസൂലല്ലാഹ്, താങ്കൾ അത് പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, ഞങ്ങൾക്കതെല്ലാം മനസ്സിലായിരിക്കുന്നു, ഞങ്ങളത് ജീവിതത്തിൽ പാലിച്ചു കൊള്ളാം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശ ലോകത്തേക്ക് ഉയർത്തി, വല്ലാഹു മഷ്ഹദ്, പടച്ചവനെ ഞാൻ എൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായി നിറവേറ്റിയിരിക്കുന്നു എന്നതിന് ഈ ജനക്കൂട്ടം സാക്ഷിയാണ്. നീയും അവരുടെ സാക്ഷിത്വം സ്വീകരിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ സംസാരം, ഈ കൽപ്പന, ഈ പ്രഖ്യാപനങ്ങൾ, ഈ ആഹ്വാനങ്ങൾ, ഈ നിരോധനങ്ങൾ, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായി കാണേണ്ടത്, മതകീയ ജീവിതത്തിന്റെ അടിസ്ഥാനമായി കാണേണ്ടത്. നമ്മുടെ പരലോക വിജയത്തിന് അടിസ്ഥാനമായി നമ്മൾ സ്വീകരിക്കേണ്ടുന്നത് ആ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഉൾക്കൊള്ളുന്ന ഈ മഹാപ്രഭാഷണത്തിലെ വസ്തുതകളാണ്. അത്തരമൊരു യഥാർത്ഥ മുത്തഖിയായി ജീവിച്ചു മരിക്കാൻ സാധിച്ചവരാണ് സ്വഹാബത്ത്, അവരെ പിന്തുടരേണ്ടവരാണ് നമ്മൾ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. യാ റബ്ബല്ലാ. الحمد لله الواحد القهار العزيز الغفار المتكبر الجبار له الكتاب وإليه الإياب وعليه الحساب. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وبارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد. أما بعد أيها الإخوان اتقوا الله وكونوا عباد الله. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുയായികളായി ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ സന്ദർഭങ്ങളിലും ജീവിക്കാനും പരിശുദ്ധ കലിമ ഉറക്കെ തന്നെ ആത്മാർത്ഥമായി ചൊല്ലി ദുനിയാവിനോട് വിട പറയാനും മുത്തഖികളായ അള്ളാഹുവിൻ്റെ അടിയാറുകളുടെ കൂടെ കുടുംബസമേതം ഒരുമിച്ച് കൂടാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നാളെയാണ് നമ്മുടെ പെരുന്നാൾ നമസ്കാരമുള്ളത്. 7 മണിയാണ് സമയം. ഇവിടെ പള്ളിയിലാണ് നമ്മളത് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ പരമാവധി നേരത്തെ എല്ലാവരും എത്തിച്ചേരുക, കുടുംബസമേതം എത്തിച്ചേരുക. ഉമിർന അൻ നുഖ്രിജൽ ഹുയ്യില വൽ അവാത്തിഖ എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആർത്തവകാരികളെയും വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം കഴിച്ചു വിടാത്ത കന്യകകളെ പോലും പെരുന്നാൾ നമസ്കാരത്തിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിർന, ഞങ്ങളോട് നിർദ്ദേശിക്കുമായിരുന്നു. ദഅവത്തുൽ മുസ്ലിമീന വൽ ഖൈർ, ഈദ്ഗാഹിൽ പെരുന്നാൾ നമസ്കാര സ്ഥലത്ത് നടക്കുന്ന നന്മകളിലും അവിടെ നടക്കുന്ന പ്രാർത്ഥനകളിലും അവർ പങ്കാളികളാവട്ടെ. വൽ യഅ്തസിൽ മുസല്ലാന, നമസ്കരിക്കുന്നിടത്തു നിന്ന് മാത്രം, നമസ്കാരത്തിൽ നിന്ന് മാത്രം അവർ മാറി നിൽക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരുന്നു എന്ന് ഉമ്മു സലമ ബീവി പറയുന്നത് കാണാം. അപ്പോൾ അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് അലൈസ ലി ഇഹ്ദാനാ ജിൽബാബ്, ഞങ്ങൾക്ക് എല്ലാവർക്കും അതിന് ശരീരം മൂടുന്ന വസ്ത്രം ഇല്ലല്ലോ നബിയെ. അപ്പോൾ വസ്ത്രം പൂർണ്ണമായ വസ്ത്രം ഇല്ലാത്തവരിപ്പോൾ എന്താ ചെയ്യുക, എങ്ങനെ ഇപ്പം അവരെ കൊണ്ടുവരിക എന്ന് ചോദിച്ചപ്പോൾ ഉത്തറസൂൽ പറഞ്ഞത് അങ്ങനത്തെ ഒരു വരണ്ട എന്നല്ല, ലിതുൽബിസ് ഉഖ്തഹ ജിൽബാബഹാന, വേറെ 2 ആൾക്കാർ ഒന്നാണ് കടം കൊടുത്തളിയുന്ന. സുബ്ഹാനല്ലാഹ്,
ഒരു കാലം പോയ പോക്കാണ്. എന്നാൽ പിന്നെ അങ്ങനത്തെ ഒരു വരണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് പലർക്കും മാറി നിൽക്കാനുള്ളതായി. ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഉടുവസ്ത്രം പോലും ശരിക്കില്ലാത്ത കാലത്ത് പോലും പങ്കെടുക്കാൻ ആവശ്യപ്പെട്ട ഒരു മഹത്തായ ഇബാദത്താണ് പെരുന്നാൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. എന്നിട്ട് കുട്ടികളും കുടുംബസമേതം ഭാര്യമാരും ഉമ്മമാരും പെങ്ങന്മാരും ഒക്കെ കൂടെ ആയിട്ടുണ്ട് പോരുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, വലിയ പെരുന്നാൾ നമസ്കാരത്തിന് വരുന്നവർ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ പോരുന്നതാണ് സുന്നത്ത്. ഭക്ഷണം കഴിക്കൽ ഹറാമാണെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. ചെറിയ പെരുന്നാളിന് വല്ലതും കഴിച്ചു പോരുന്നതും വലിയ പെരുന്നാളിന് ഒന്നും കഴിക്കാതെ വെറും വയറോടുകൂടി പോരുന്നതുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിച്ചിട്ടുള്ളത്. കാന ബിൻ ഉമർ വബ്നു അബ്ബാസ് വഅബൂ ഹുറൈറ കാനൂ യുകബ്ബിറൂന ഇദാ ഖറജ മിൻ ബുയൂതിഹിം ഹത്താ വസിയസ്ല ഇലൽ മുസല്ല എന്ന് റിപ്പോർട്ടുകൾ കാണാം. ഇബ്നു ഉമർ, ഇബ്നു അബ്ബാസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുതലായവരൊക്കെ വീട്ടിൽ നിന്ന് പെരുന്നാൾ നമസ്കാരത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ വീട്ടിൽ നിന്ന് പോരുന്നത് മുതൽ പെരുന്നാൾ നമസ്കാര സ്ഥലത്ത് എത്തുന്നത് വരെ വകാനൂ യുകബ്ബിറൂന ഫിൽ അസ്വാഖ്, അങ്ങാടികളിൽ പോലും അവരിങ്ങനെ തക്ബീർ ചൊല്ലിക്കൊണ്ടായിരുന്നു വന്നിരുന്നത്. അതാണ് അതിൻ്റെ സുന്നത്ത്. അതുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ വണ്ടിയിലാണ് വരിക. മറ്റുള്ളവർ കേൾക്കുന്നുള്ളൊരു മാനക്കേടൊന്നും ഇല്ലാത്തവരുമാണ്, ഈമാൻ ഉള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് ആ വണ്ടിയിൽ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഇടുക. പള്ളിയിൽ എത്തുന്നത് വരെ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക. പള്ളിയിലെത്തിയാൽ നമസ്കാരം തുടങ്ങുന്നത് വരെ, പള്ളിയിലായതുകൊണ്ടാണ് ഞാൻ പള്ളി എന്ന് പറയുന്നത്, പള്ളിയിലെത്തിയാൽ നമസ്കാരം തുടങ്ങുന്നത് വരെ ഇടതടവില്ലാതെ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക. പുതുവസ്ത്രം ധരിച്ചു വരിക. സുഗന്ധം ഉപയോഗിക്കാൻ നമ്മുടെ പുരുഷന്മാർക്ക് പിന്നെ ഒന്ന് മനസ്സ് വെക്കുക. അങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ പള്ളിയിലേക്ക് ഏറ്റവും നേരത്തെ ഭക്ഷണമൊന്നും കഴിക്കാതെ വരിക, ഇവിടെ നിന്ന് പോയിട്ട് ഭക്ഷണം കഴിക്കുക എന്നിവയൊക്കെയാണ് അതിൻ്റെ സുന്നത്തുകളായിട്ടുള്ളത്. വന്ന വഴിയിലൂടെ തിരിച്ചു പോകാതെ മറ്റൊരു വഴിയിലൂടെ പോകാൻ കഴിയുമെങ്കിൽ അതാണ് സുന്നത്ത്. അതെന്തിനാണെന്ന ചോദ്യത്തിന് വലിയ വലിയ മഹാപണ്ഡിതന്മാർ പറഞ്ഞത് രണ്ട് കാര്യമാണ്. ഒന്ന്, ആ പോകുന്ന വഴിയും വന്ന വഴിയും ഒക്കെ നാളെ പരലോകത്ത് അയാൾക്ക് അനുകൂലമായി സാക്ഷി പറയും. രണ്ട്, ഇസ്ലാമിൻ്റെ ഇസ്സത്ത് അത്രയും നാട്ടിൽ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് കാണാനും കഴിയും. ഓലൊക്കെ ദീനുള്ള ആൾക്കാരാണ്, മതമുള്ള ആൾക്കാരാണ്, അവരൊക്കെ പള്ളിയിൽ പോയിട്ട് വരികയാണ് എന്ന് നമ്മളെക്കുറിച്ചൊരു അഭിമാനബോധം മറ്റുള്ളവർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാനും അത് കഴിയും എന്നൊക്കെയാണ് അതിൻ്റെ ഹെക്കമത്തായി വിശദീകരിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി, വളരെ നേരത്തെ എത്തിയ ആളുകൾ ഉണ്ടാകും. നമ്മളായിട്ടത് വൈകിപ്പിക്കാതിരിക്കുക. നമ്മൾ മുഖാന്തരം മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കരുത്, ഒരു ശല്യം ഉണ്ടാവില്ല. നമ്മൾ തീരുമാനിക്കുക. നാളെ ഒന്ന് നേരത്തെ, ഇന്ന് നോമ്പെടുക്കാന്ന് വെച്ചവരൊക്കെ നേരത്തെ എഴുന്നേറ്റവരാണല്ലോ, ഒന്ന് സുബഹിന് മുമ്പേ കുളിച്ച് റെഡിയാവുക. നമുക്കറിയാം 4:45 സുബഹി വാങ്ക്. ഇൻഷാ അല്ലാഹ് 7 മണിക്കാണ് നമ്മുടെ നമസ്കാരം. സുബഹിനും നമ്മുടെ നമസ്കാരത്തിനും ഇടയിൽ 2.25 മണിക്കൂർ സമയമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സുബഹിന് എഴുന്നേറ്റാൻ സുഖമായിട്ട് ഒരുങ്ങി വരാനുള്ളത് ഉണ്ടാവുള്ളൂ. നമ്മൾ ഇൻഷാ അല്ലാഹ് 7 മണിക്ക് തന്നെ നമസ്കരിക്കണം എന്നാണ് ആലോചിക്കുന്നത്. പരമാവധി അതുമായി സഹകരിക്കുക. കൂട്ടുകാരെയും കുടുംബക്കാരെയും അയൽപ്പക്കക്കാരെയും ഒക്കെ കൂട്ടി വരാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അറഫ പ്രസംഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ വിടവാങ്ങൽ പ്രസംഗത്തിലെ ആഹ്വാനങ്ങളും പ്രഖ്യാപനങ്ങളും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം കഴിവിൻ്റെ പരമാവധി ഈമാനോടെ തഖ്വയോടെ ഇഖ്ലാസോടുകൂടി നിലനിർത്താൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് നമുക്ക് ഉണ്ടാകുമാറാവട്ടെ. അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന എല്ലാ തരത്തിലുള്ള ദുസ്വഭാവങ്ങൾ, ദുശീലങ്ങളിൽ നിന്നും അർഹമുർ റഹീമീനായ റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പിശാച് ആരാധിക്കപ്പെടുകയില്ല, പക്ഷെ അനുസരിക്കപ്പെടുമെന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് ബോധ്യപ്പെട്ട കാലത്താണ് നമ്മളുള്ളത്. നമ്മളെയും നമ്മുടെ മക്കളെയും റഹ്മാനായ റബ്ബെ പിശാചിൽ നിന്ന് രക്ഷിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങളിൽ നിന്നും പിശാചിനെ അകറ്റി നിർത്തണമേ റഹ്മാനെ. ഞങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ഞങ്ങളുടെ സമ്പത്തിലും ജീവിതത്തിൻ്റെ ഒരു മേഖലയിലും പിശാചിന് യാതൊരു വിധത്തിലുള്ള സ്വാധീനവുമില്ലാതെ ഈമാനിൻ്റെ തഖ്വയുടെ സിറാത്തുൽ മുസ്തഖീമിൻ്റെ തൗഹീദിൻ്റെ സുന്നത്തിൻ്റെ പാതയിൽ ഇഖ്ലാസോടുകൂടി ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകണമേ റഹ്മാനെ. ഹലാലായ വരുമാനം കൊണ്ട് ഞങ്ങൾക്ക് മതിയാക്കണമേ റഹ്മാനെ. എല്ലാ തരത്തിലുമുള്ള നന്മകൾ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം കഴിവിൻ്റെ പരമാവധി നിലനിർത്താൻ തൗഫീഖ് ഏകണമേ റഹ്മാനെ. ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളും കഷ്ടപ്പാടുകളും നീക്കിത്തരയണമേ റഹ്മാനെ. ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നും ഭീഷണികളിൽ നിന്നും ഭയപ്പാടുകളിൽ നിന്നും ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ റഹ്മാനെ.
ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ പ്രിയപ്പെട്ടവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകണമേ റഹ്മാനെ, മർഹമത്ത് നൽകണമേ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഇണകളെയും മാതാപിതാക്കളെയും ഒരുമിപ്പിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ വഅജ്ർ വാലിദീനാ വഅഹ്ലീനാ മിനൻ നാർ. അല്ലാഹുമ്മ അഹ്യിനാ മുസ്ലിമീന വഅമിത്നാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. اللهم أعز الإسلام والمسلمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. وصلى الله وسلم على محمد.